നോക്കൂ, നമ്മുടെ കൂട്ടത്തിൽ പ്രജീഷ് മാത്രമേ ഉള്ളൂ ഒരു ഗതിയില്ലാത്തവൻ. കഴിയുന്നതും നമുക്ക് അവനെ അവോയ്ഡ് ചെയ്യണം. ദാറ്റ്സ് ട്രൂ. നീ പറഞ്ഞ സത്യ. അവനെ 2000 കടം ചോദിച്ച് എന്നെ 2 ദിവസം മുന്നേ വിളിച്ചിരുന്നു. ഞാൻ നൈസായിട്ടാണ്ട് തട്ടി. നിങ്ങളെ ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിൽ ഒന്നുകിൽ ഇപ്പം പോകണം, അതല്ലെങ്കിൽ അവൻ വന്ന് അവനെ നൈസാക്കി ഒഴിവാക്കിയതിന് ശേഷം മാത്രം വേണം പോകാൻ. പറഞ്ഞ് നാവെടുത്തിട്ടില്ല, അപ്പളേ പുള്ളിക്കാരനെത്തി. പിന്നെ ഫുഡ് കഴിക്കുന്ന കാര്യമൊക്കെ പുള്ളിക്കാരൻ പോയതിനു ശേഷം മതി കേട്ടോ സംസാരമൊക്കെ. ഓക്കെ. പ്രജീഷ് എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്, എവിടെയും പോയില്ല. താൻ ജോലിക്കൊന്നും പോകാറില്ലേ? ആ ജോലിക്കൊക്കെ പോയി എന്നാ കിട്ടാനാ? എടാ നീ ആ ജോലി ഒന്ന് മാറ്റി പിടിക്കടാ. ഞാൻ എന്ത് പണിയും ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ ഒന്നും കൂടി ശരിയാവുന്നില്ല. എൻ്റെ ഭാര്യയാണ്. ഹലോ, വേണ്ട വേണ്ട, 3 കോടിയൊന്നും വേണ്ടാന്ന്. സംഭവം എൻ്റെ ഏട്ടനാണ്, എന്നാലും എന്തിനാ വെറുതെ അവൻ്റെ പൈസ ഇങ്ങനെ തീർക്കണത്? 2 കോടി മതി. ആ, വീട്ടിൽ അൾമാരിയിൽ വെച്ചാൽ മതി കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്നാൽ ശരിയേ. പ്രജീഷേ, നീ 2 ദിവസം മുന്നേ 2000 അല്ലേ ചോദിച്ചിരുന്നത്? അന്ന് ജിപേ കംപ്ലൈൻ്റ് ആയിരുന്നു. നീ ഒന്ന് നോക്ക്, കയറില്ലേന്ന്. പ്രജീഷേ, നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. നീയും കൂടെ വാടാ, എല്ലാവരും കൂടി പോവാം. വാ, ഞാൻ കൊടുക്കാം. വാ, കമോൺ.